ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓപ്പൺ ടെറസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഓപ്പൺ ടെറസായിട്ട് ഇത് ചെയ്യാറുണ്ട്. ഓപ്പൺ ടെറസ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെ നമുക്ക് വീട് വയ്ക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ടെറസ് ചെയ്തിരിക്കുന്നതാണ്, ഫുൾ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഗുണകരമായ ഏരിയയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ നമ്മൾ അലക്കി കാര്യങ്ങളെല്ലാം തുണികൾ ഉണക്കാൻ കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പോയിന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് 4 മൂടികളുടെ ഒരു പ്ലേറ്റും കാര്യങ്ങളും, പവർ പ്ലഗ് വരുന്ന ഏരിയ, അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്ലഗ് വരുന്നു, പിന്നെ അതിൻ്റെ വാട്ടർ ലൈൻ വരുന്നു, പിന്നെ അതിൻ്റെ വേസ്റ്റ് ലൈൻ വരുന്നു. അവിടെ തന്നെ നമ്മളൊരു വാഷ് ബേസിനും വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ടെറസിൽ, അതായത് മുകളിൽ വേണം ഒരു ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. ചെറിയൊരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മുടെ വാഷ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വാഷ് ബേസിനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് വീട് പണിയുന്ന സമയത്ത് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണക്കാനിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഈ സൈഡിൽ, അതായത് ഈ ഓപ്പൺ സൈഡിൽ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൈ എത്താവുന്ന ദൂരത്തിന് ഒരു ലെങ്ത്തി അടിച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. അതൊരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് വരുന്ന ഒരു ജിയയുടെ തന്നെ ഫുൾ റോഡ് ഈ സൈഡിൽ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കൈ എത്തുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും, ചുമരിൻ്റെ സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ചുമരിൻ്റെ സൈഡും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒട്ടിച്ചിരിക്കുന്ന, അതായത് ഈ സൈഡിൽ കണ്ടോ, നേരെ മുകളിൽ നിന്ന് വെൽഡ് ചെയ്തതിന് ശേഷം 2 പീസ് താഴേക്കിട്ട് നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. അതായത് ഭിത്തിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയോ കാര്യങ്ങളൊക്കെ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് അഴ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമുക്ക് സിമ്പിളായിട്ട് അഴ കെട്ടാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ തുണികളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ആങ്കർ ബോൾട്ട് അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഭിത്തിയിൽ നിന്ന് 2 ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഴ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഭിത്തിമ ടച്ച് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റാഡ് കൂടി നമ്മൾ പൈപ്പുമേ വെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തലങ്ങും വിലങ്ങും വേണമെങ്കിൽ, എത്ര അഴകൾ വേണമെങ്കിൽ നമുക്ക് കെട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭാവിയിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ ഏരിയകളിൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടത്താവുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തുണി കാര്യങ്ങളൊക്കെ, നമ്മൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ മുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തുണി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉൾക്കൊള്ളിക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.